ഗായ്സ്, ഇത് രണ്ടാമത്തെ വീഡിയോയാണ്. നമ്മളെ മോട്ടോർ റിപ്പയറിങ് രണ്ടാമത്തെ വീഡിയോയാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് MCB. പിന്നെ ഈ വണ്ടിക്കകത്ത് വലിയ വേറെ ഡാമേജ് ഇല്ല, കാരണം എലി കയറിയെങ്കിലും നമ്മൾ ആൻഡ്രി ടിഫ്റ്റ് അലാറത്തിൻ്റെ വേറെ കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വണ്ടി സ്റ്റാർട്ടാവാത്തത്. റിമോട്ടിൽ ഈ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞായിരുന്നു. അത് ഈ ആൻഡ്രി ടിഫ്റ്റ് അലാറത്തിലുള്ള വേറെ എലി കടിച്ച് മുറിച്ചതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ആ വേറെ. ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ വേറെ സാധനം ഉണ്ട് സ്റ്റോക്ക്. പിന്നെ ഇതാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അകം വരുന്നത്. ഫുൾ നല്ല പൊടിയേറിയിരിക്കുക. ഇപ്പോൾ തൊട്ടതാണ് ഇപ്പോൾ കൺട്രോളർ എന്ന് പറയും, എൻ്റെ മാസ്റ്റർ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ കൺവെർട്ടറാണ്, നമ്മുടെ DC കൺവെർട്ടർ. ഇതാണ് ആൻറ്റി ടിഫ്റ്റ് അലാറം. നമുക്ക് ഈ DC കൺവെർട്ടറിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫുൾ ലൈറ്റും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് DC കൺവെർട്ടറാണ്. ലൈറ്റ്, ഹോണ്, എല്ലാ ഐറ്റംസും കൺട്രോൾ ചെയ്യുന്ന DC കൺവെർട്ടറാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതാണ് കൺട്രോളറിൻ്റെ അകത്ത് 3 കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഈ 3 കണക്ഷൻ ആദ്യം ഊരിയെടുത്താലേ നമുക്ക് മോട്ടർ ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് അതൊരു ക്യാപ്പുണ്ട്, അത് ആദ്യം നമ്മൾ റിമൂവ് ചെയ്യണം. അതിൻ്റെ അകത്താണ് കണക്ഷൻ വരുന്നത്. നമുക്ക് നെക്സ്റ്റായിട്ട് ഇതിൻ്റെ ക്യാപ്പ് ഊരണം. ക്യാപ്പ് ഊരിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് 3 കണക്ഷൻസ് ഉണ്ട്. ഈ 3 കണക്ഷൻസും കറക്റ്റായിട്ട് നമ്മളത് ഊരിയെടുക്കണം, എന്നാലേ നമുക്ക് മോട്ടർ ഫ്രീ ആയിട്ട് ഊരിയെടുത്തുള്ളൂ. ഇതിന് കളർ കോഡുണ്ട്. ഫസ്റ്റ് വരുന്നത് യെല്ലോ, രണ്ടാമത് വരുന്നത് ഗ്രീൻ, മൂന്നാമത് വരുന്നത് ബ്ലൂ. അപ്പോൾ ഈ കളർ കോഡ് അനുസരിച്ച് കറക്റ്റായിട്ട് അത് നോക്കിക്കൊള്ളണം. തിരിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ കളർ കോഡ് കറക്റ്റ് ആയിരിക്കണം. നമുക്ക് ഈ 3 ഊരിയതിന് ശേഷം നമുക്കിതിലൊരു ജാക്ക് കൂടി ഉണ്ട്. ആ ജാക്കും കൂടി ഊരി വിടുക. അപ്പോൾ മോട്ടറൊന്ന് ഫ്രീ ആവും. എപ്പോൾ സ്ക്രൂ ലൂസ് ചെയ്താലും നോക്കിക്കൊള്ളണം, കാരണം സ്ക്രൂവിൻ്റെ ത്രെഡ് പോകാൻ പാടില്ല. അത് നോക്കിക്കൊള്ളണം. നമുക്കിതിനടുത്ത് മോട്ടർ എങ്ങനെയാണ് ഊരണേന്ന് നോക്കാം. അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ മോഡലാണ്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കുക. ഇതിൻ്റെ നമ്മൾ ഈ ബോൾട്ട് നെട്ടും ബോൾട്ടും ഇല്ല, അതുപോലെയാണ് നമ്മൾ 2 സൈഡും വരുന്നത്. അപ്പോൾ ഇതിൽ വാഷർ നമ്മൾ കറക്റ്റ് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പല ഇഷ്യൂസും വരും. ഇതിൽ 3-4 വാഷറുണ്ട്, അത് മാത്രം ക്ലിയർ ആയിട്ട് നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യണം. കാരണം ഇതിപ്പോൾ ഡിസ്ക് സ്റ്റക്കായിരുന്നു, അതിൽ വാഷർ തിരിഞ്ഞ് അത് സ്റ്റക്കായിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് അടുത്ത പാർട്ടി വരുന്നതാണ്. അടുത്ത പാർട്ടിലാണ് മോട്ടർ എങ്ങനെയാണ് പൊളിക്കാനുള്ളതെന്ന് കാണണം. അപ്പോൾ താങ്ക് യു.